പലിശക്കാരുടെ ഭീഷണി വീട് കയറിയുള്ള ആക്രമണങ്ങളിലേക്ക് വരെ എത്തിയ ഒരു സംഭവമാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. പാവർട്ടി മരുതിയൂരിലെ ആണ് സന്ധ്യ എന്ന് പറയുന്ന വീട്ടമ്മ. അവർ ഒരു 40,000 രൂപ സമസ്ത എന്ന് പറയുന്ന ഒരു പലിശ ഇടപാട് പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും കാണിപ്പയ്യൂരുള്ളതാണ്. അവിടെ നിന്നും വായ്പയെടുത്തു. ആ വായ്പയുടെ അവസാനത്തെ 2 അടവുകൾ മാത്രമാണ് അടച്ചു തീർക്കാനായി ഉണ്ടായിരുന്നുള്ളത്. അതിൽ ഒരു മുടക്കം പോലും വരുത്താതെയാണ് അത് അടച്ചിരുന്നത്. പക്ഷേ അവസാനത്തെ 2 അടവ് അന്ന് വൈകുന്നേരം അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ എത്തിയ ഈ പലിശ ഇടപാട് സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവ് ഇവിടെ എത്തുകയും വലിയ തരത്തിലുള്ള അക്രമം നടത്തുകയുമാണ് ഉണ്ടായത്. സന്ധ്യ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് സുബൈദ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അവരുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചു എന്നുള്ളതാണ്. അവരാണെങ്കിൽ ഈ പണമൊന്നും തന്നെ ഈ വായ്പാ സ്ഥാപനത്തിൽ നിന്ന് എടുത്തിട്ടുമില്ല. എന്താ ശരിക്കും സംഭവിച്ചത്? സന്ധ്യേച്ചിയുടെ വീട്ടിലേക്കാണ് ലോൺ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ ആദ്യം ഇവിടെ വന്ന് നിന്നിട്ട് സന്ധ്യേച്ചിയോട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ചേച്ചി ഭർത്താവിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ ലോണില്ല, വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. ചേട്ടനെ സംസാരിച്ചിട്ട് ഫോൺ വെച്ചിട്ട് ഫോണും കൊണ്ട് പോവുകയാണ്. ഫോണ് തരില്ല, പൈസ 860 തന്നാലാണ് ഫോണ് തരുള്ളൂ എന്ന് പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പിടിംവലി ആയപ്പോൾ ചേച്ചി മലർന്നടിച്ച് വീണു. ഇവിടെ നിങ്ങൾക്ക് അടവടക്കാനില്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിക്ക് പോയി കാശുണ്ടാക്കിയിട്ട് ലോൺ അടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു സ്ത്രീയോട് പറയാൻ പറ്റുന്ന സംസാരമാണോ നീ ഇത് പറയണത്? ഈ സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് അവൻ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കയറി. എൻ്റെ 2-3 വയസ്സുള്ള മോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. മോളെ ഷോൾഡറിൻ്റെ അവിടെ പിടിച്ച് വലിച്ച് അവൻ പുറത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എൻ്റെ പിടിച്ച് തള്ളിയപ്പോൾ എൻ്റെ അമ്മ എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഈ ഹൈറ്റ് ഉണ്ടാവൻ എൻ്റെ അമ്മയുടെ പൊള്ളച്ചങ്ക് പിടിച്ചിട്ടവൻ ഒറ്റ തള്ളി അമ്മ മുട്ടുകുത്തിയിട്ട് അവിടെ വീണു. അപ്പോഴാണ് ഞാൻ മൊബൈൽ എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കയറിയത്? നീ എന്തിച്ചേട്ടാ എന്നെ അടിക്കാൻ കയറിയത്? അന്ന് നീ മറുപടി പണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ ബൈക്കിൻ്റെ കീ ഊരാൻ ശ്രമിച്ചത്. ബൈക്കിൻ്റെ കീ ഊരുമ്പോഴേക്കും അവൻ എൻ്റെ മുടിക്കുത്ത് പിടിച്ചു. വലത്തെ കാലിനെ ചവിട്ടി പിടിച്ചിട്ട് ഷോൾഡർ തിരിച്ചു. അതിലെൻ്റെ വലത്തെ കാലിന് ചതവുണ്ട്. ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നമുക്ക് അത്രയൊരു ഇത് കിട്ടിയിട്ടില്ല. അവിടുന്ന് അവനെ റിമാൻഡ് ചെയ്ത് അന്ന് തന്നെ വൈകിട്ട് കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. അവനക്ക് ഫിക്സ് ഇല്ലതുകൊണ്ടാണ് ജാമ്യം കൊടുത്തതെന്ന് പറഞ്ഞു. ഫിക്സ് ഉണ്ടെങ്കിൽ അന്ന് 20 മിനിറ്റോളം ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് ഫിക്സ് ഉണ്ടാവണം. വൈകുന്നേരം വരെ അവനക്ക് ഫിക്സ് ഉണ്ടായിട്ടില്ല. പിന്നെ അവനക്ക് ബ്രെയിൻ ട്യൂമറിന് സർജറി കഴിഞ്ഞതാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ തല നിറച്ച് മുടിയുണ്ട്. അങ്ങനെയാണ് അത്ര പെട്ടെന്ന് മുടി വരില്ലല്ലോ. അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മ SC ആണ്. SC വകുപ്പിൽ കേസ് എടുക്കാൻ വേണ്ടി ആ സെക്ഷൻ അമ്മയുടെ മൊഴി കൊടുത്തിട്ട് ആ സെക്ഷൻ ചേർക്കാൻ പറഞ്ഞിട്ട് 3 ദിവസമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ എൻ്റെ 2 കുട്ടികളെ കൊണ്ടിട്ട് കയറി ഇറങ്ങുന്നത്. ഇതുവരെയായിട്ടും അവർ പരിഗണിച്ചിട്ടില്ല. സ്ത്രീകൾക്കുൾപ്പെടെ വീട്ടിൽ കയറി അതിക്രമത്തിന് ഇരയാകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ കൊള്ളപ്പലിശക്കാരുടെ ഈ അതിക്രമത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം. ഇതിന് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു സമീപനം ഇരകൾക്ക് അനുകൂലമായി അല്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഈ പരാതിക്കാർക്കൊക്കെ തന്നെ ഉന്നയിക്കാനുള്ളത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.